ശരീരഭാഗങ്ങൾ പൂർണ്ണമായ ബോഡി ഇല്ലാതെ ലഭ്യമായിട്ടുള്ള ശരീരഭാഗങ്ങളുടെ എണ്ണം 160 ഉയർന്നിട്ടുണ്ട്. ഇതിനകം 171 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അൺക്ലെയിംഡായി ഡീകമ്പോസ്റ്റഡ് ആയിട്ടുള്ള 5 ബോഡികൾ ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൽപ്പറ്റയിൽ തന്നെ ബറീഡ് ഗ്രൗണ്ടിൽ സംസ്കരിക്കുകയുണ്ടായി. അത് ബറി ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇപ്പോ 8 ബോഡികൾ കൂടി ഇന്ന് നമുക്ക് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല വില്ലേജിൽ വൈത്തിരി താലൂക്കിൽ കണ്ടെത്തിയിട്ടുള്ള HML പ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയ റവന്യൂ HML തർക്കങ്ങളൊക്കെയുള്ള ഭൂമിയാണ്. 64 സെന്റ് സ്ഥലം DDMAയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം കളക്ടർ ഏറ്റെടുത്തുകൊണ്ട് 64 സെന്റ് സ്ഥലത്തിൽ ഒരു ബറീഡ് ഗ്രൗണ്ടായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിക്കാനുണ്ടായി. നമ്മുടെ കണക്കനുസരിച്ച് 1 സെന്റിൽ ഏറ്റവും ചുരുങ്ങിയത് 7 ബോഡികളെങ്കിലും കുഴിച്ചിടാൻ കഴിയുന്ന വിധത്തിൽ ബറി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളാണുള്ളത്. 10 വരെ പോകുമെന്നാണ് നമ്മുടെ കണക്കെങ്കിലും 7 വെച്ചാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡീകമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള 8 ബോഡികൾ കൂടി ഇന്ന് ആ ബറീഡ് ഗ്രൗണ്ടിൽ നമുക്ക് മറവ് ചെയ്യാൻ കഴിയും എന്ന ധാരണയാണ് നമുക്കുള്ളത്. എല്ലായിടത്തും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടി ആ മൃതശരീരങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട് മറവ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇപ്പോ വയനാട് ജില്ലയിലാകെ 77 ക്യാമ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. 77 ക്യാമ്പുകളിലായി 8246 ആളുകൾ ഇപ്പോ അവിടെ താമസിച്ച് വരുന്നുണ്ട്. ഇവിടെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിൽ 17 ക്യാമ്പുകളാണ് ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുള്ളത്. 2551 പേർ ക്യാമ്പുകളിലുണ്ട്. ക്യാമ്പുകളിൽ 943 പുരുഷന്മാരും 981 സ്ത്രീകളും 627 കുട്ടികളും ഗർഭിണികളായിട്ടുള്ള 5 പേരും ഉൾപ്പെടെ 701 കുടുംബങ്ങളിലായി ആകെ 2551 പേരാണിപ്പോ അങ്ങനെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത്. ഇന്ന് നമുക്ക് റിക്കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡിയിൽ ഒന്ന് മലപ്പുറത്തു നിന്നാണ്. മറ്റൊന്ന് സൂചിപ്പാറയിൽ പല തരത്തിലായി ഛിന്ന ഭിന്നമായിട്ടുള്ള പാർട്ടുകൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് 2 സ്ഥലങ്ങളിൽ അവര് കാണുകയുണ്ടായി. അവിടെ ഇപ്പോ ബന്ധപ്പെട്ട പരിശോധനകൾ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സും ചേർന്ന് നടത്തി വരികയാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ എല്ലാ ഫോഴ്സിന്റെയും മേജർമാരുടെയും ഭാരവാഹികളുടെയും യോഗം ഇവിടെ വെച്ച് തന്നെ മന്ത്രിതല ഉപസമിതി അംഗങ്ങളുമായും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടിച്ചേരുന്നുണ്ട്. നമുക്കിപ്പോ NDRFന്റെ 120 പേർ, IRDBയുടെ 20 പേർ, കേരള പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ 6 പേർ, ടെലി 2 പേർ, ഫോറസ്റ്റിന്റെ 72 പേർ, ഫയർഫോഴ്സിന്റെ 460 പേർ, SOG 60 പേർ, MEG 160 പേർ, ആർമിയുടെ EME 161 പേർ, TA 20 പേർ, DSC 200 പേർ, നേവൽ ഫോഴ്സ് 53 പേർ, തമിഴ്നാട് ഫയർഫോഴ്സ് 48 പേർ, അങ്ങനെ 1382 പേരാണ് ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടീമിന്റെയും എല്ലാ ടീമിന്റെയും ലീഡർമാരുടെ സംയുക്ത യോഗം ഇന്ന് 6 മണിക്ക് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് നമുക്ക് നാളെ മുതൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു സ്ട്രാറ്റജിയെ സംബന്ധിച്ച് ഒരു പൊതു തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്നൊരു പുതിയ സംവിധാനം കൂടി നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തിന്റെ പഴയ കോണ്ടർ മാപ്പ് ആദ്യം തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്ഥലത്തെ കോണ്ടർ മാപ്പ് കൂടി തയ്യാറാക്കിക്കൊണ്ട് ഓരോ റീജിയന്റെയും ഹൈറ്റിലുണ്ടായ മാറ്റങ്ങൾ പ്രത്യേകമായി കണക്കാക്കി നേരത്തെ ഉണ്ടായിരുന്ന മാപ്പും ഇപ്പോ മണ്ണും കല്ലും ചെളിയും ഒക്കെ വന്നുകൂടിയ മാപ്പും തമ്മിലുള്ള ഉയര വ്യത്യാസം പ്രത്യേകമായി മാർക്ക് ചെയ്തുകൊണ്ട് ഏത് ഏരിയയിലാണ് കൂടുതൽ
അവശിഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നതിന്റെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗത്ത് തിരച്ചിൽ ശക്തമാക്കുക എന്നൊരു പരിപാടി കൂടി ഇന്ന് ഉച്ചയോടുകൂടി ഫംഗ്ഷൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചിട്ടുള്ള GIS മാപ്പ് കൂടി തുലനം ചെയ്തുകൊണ്ട് കൂടുതൽ വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് കടാവർ ഡോഗ്സ് ഇപ്പോൾ 11 സ്ക്വാഡുകളാണുള്ളത്. നാളെ മീററ്റ് നിന്ന് ഒരു 4 ആർമിയുടെ പ്രത്യേക കടാവർ ഡോഗ്സ് കൂടി എയർലിഫ്റ്റിംഗിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അവരുടെ കൂടി സേവനം രാവിലെ മുതൽ ഉപയോഗിക്കാൻ സാധ്യമാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മള് വളരെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ പലയിടങ്ങളിലും ദീർഘമായ സമയമെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വിധത്തിലും പൊതുജനങ്ങൾക്ക് വാർത്തകൾ കിട്ടാവുന്ന വിധത്തിലും എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള പ്രചരണം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ വിവിധ ചാനലുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പത്രങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ നമ്മുടെ വിവിധ ക്യാമ്പുകളിലും പൊതുകേന്ദ്രങ്ങളിലുമായി 136 കൗൺസിലർമാർ അവരുടെ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. വല്ലാത്ത മാനസിക വ്യതയോടുകൂടിയാണ് ക്യാമ്പുകളിലുള്ള ആളുകളെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൗൺസിലർമാരുടെ സേവനം എല്ലാ മേഖലയിലും കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൗൺസിലിന്റെ ചില ലീഡേഴ്സ് കുറച്ചു നേരത്തെ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പൊ അവര് മാധ്യമ സുഹൃത്തുക്കളോടുകൂടി പറയാൻ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടുകൂടി പറയാൻ അറിയിച്ചൊരു കാര്യം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പേരും ചിത്രവും ഈ ദുരന്തത്തിനിടയിൽ പെട്ടുപോയവരുടെ കുഞ്ഞുങ്ങളുടെ പേരും ചിത്രവും പരമാവധി പ്രദർശിപ്പിക്കാതിരിക്കുക. എല്ലാ ക്യാമ്പുകളിലും ഇപ്പോൾ TV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആളുകൾക്കിടയിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടി ഉണ്ടാകുന്നു എന്ന പേടി ക്യാമ്പുകളിൽ നിന്ന് വന്ന കൗൺസിലർമാർ ഞങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ദുരന്തമാണ്. അതിനെ അഭിമുഖീകരിക്കാൻ കേരളം ഒരു മനസ്സായി നിൽക്കണം. വയനാടിനോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന തിരിച്ചറിവ്. അത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ പടവും പേരുമൊക്കെ പ്രദർശിപ്പിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ തങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അത്തരം വാർത്തകളുണ്ട്, ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ കൂടി ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് ഈ വിവരം അറിയുകയും പതുക്കെ അവരെ വിവരമറിയിച്ച് ബോധ്യപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നൊരു ക്യാമ്പിൽ ഒരു കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. പ്രതീക്ഷയോടെ ബാക്കി വീട്ടിലെല്ലാവരും ഉണ്ട് എന്ന് കരുതിയിരുന്ന കുട്ടിയുടെ വീട്ടിലെ 4 പേരും മരണപ്പെട്ടു എന്ന വാർത്ത ലഭ്യമായി ഓടിയെത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് കുട്ടിക്ക് വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാക്കി തീർത്തു എന്നും അവർ പറയുകയുണ്ടായി. വാർത്തകൾ നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാവരും ആ വിധത്തിൽ ഞങ്ങൾക്കൊക്കെ സഹായകരമായ വിധത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലോകം മുഴുവൻ മാനസികമായെങ്കിലും ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ഒരു ഘട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. വാർത്തകൾ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ അക്കാര്യത്തിലെ എല്ലാവിധത്തിലുള്ള പരസ്പര ബഹുമാനം കൂടി വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന അഭിപ്രായം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് പല മാധ്യമങ്ങളിലും ഇടക്കാലത്ത് വന്ന ഒരു പ്രശ്നം ഭക്ഷണത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. അത് ചിലത് ആവശ്യത്തിനും ചില അനാവശ്യത്തിനുമുള്ള വാർത്തകളായിപ്പോയോ എന്ന സംശയം ഉയർന്നു വരികയാണ്. ഭക്ഷണ വിതരണത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയായതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നൊരു ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ മുതൽ അതില്ലാതിരിക്കാൻ ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിർബന്ധം ഉണ്ടാക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കാനായി പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ മനസ്സ് നമിച്ചിങ്ങോട്ട് വരികയാണ്. പക്ഷേ അധികമായ ആളുകളുടെ സാന്നിധ്യം ഗുണത്തെക്കാളേറെ ചില ഘട്ടങ്ങളിൽ ദോഷമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാവിലെ 6 മണി മുതൽ രക്ഷാപ്രവർത്തന ദൗത്യം അതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ വളണ്ടിയർമാരായി വരുന്ന ആളുകളുടെ ഒരു പൊതു കണക്കെടുപ്പ് നടത്തി ഏതെങ്കിലും പരന്ന തലത്തിലേക്ക് അന്വേഷിച്ചു പോകാതെ 6 സോണുകളിലായി നടക്കുന്ന അന്വേഷണത്തിന്റെ സ്ക്വാഡുകളിലേക്ക് വിഭജിച്ചു വിടാനാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. നമുക്കൊരു 9 മണിയോടുകൂടി അകത്തേക്കുള്ള
രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ബെയിലി ബ്രിഡ്ജിനകത്തേക്കുള്ള എൻട്രി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതൊരു 1500 പേരിൽ കൂടുതൽ ഇപ്പോൾ അകത്തേക്ക് വിടേണ്ട കാര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആളുകൾ ധാരാളമായിട്ട് പുറത്തു നിൽക്കുന്നുണ്ടല്ലോ, ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകളെ വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വരാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. പുത്തുമലയിൽ ഇനി ഒരിക്കലും ചൂരൽമലയിൽ ഇനി ഒരിക്കലും വേറെ ഒന്നും ഉണ്ടാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് 2:30 മണിക്ക് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ഒരനക്കം ഉണ്ടായത്. ആളുകൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ എത്ര ആളുകൾ അകത്തുപെട്ടിട്ടുണ്ടെന്നും എത്ര ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ തന്നെ സൂചിപ്പാറയിൽ നിലമ്പൂരിൽ നിന്ന് കയറിയ ഒരു സംഘം വന്ന് പെട്ടത് നമുക്ക് ഭാഗ്യത്തിന് അവർ രക്ഷിക്കാനായി. അങ്ങനെ പോകുന്നത് പലതരത്തിൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലായി നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന മനസ്സാന്നിധ്യത്തെ വല്ലാത്ത സ്നേഹത്തോടെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ നമുക്ക് രാവിലെ 6 മണി മുതൽ 9 മണി വരെ വളണ്ടിയർമാരായി എത്തിച്ചേരുന്നവരെ ഇപ്പൊ പ്രവേശിപ്പിക്കാനുള്ള ഒരു പരിധി നിശ്ചയിക്കുകയായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു 1500 പേരെ വരെ കിടത്താം. അതിലും വിവാദം ഉണ്ടാകരുത്. ഇന്നയാളെ കിടത്താനോ ഇന്നയാളെ കിടത്താതിരിക്കാനോ വേണ്ടിയല്ല, നമുക്കൊരു 1500 പേരെ വെച്ച് നിശ്ചയിക്കാം. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതിന് കൂടുതൽ ആളുകൾ വേണമെങ്കിൽ ധാരാളമായ ആളുകൾ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ റിസർവായി നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ വരുന്നതും അല്ലാതെ കൂടേണ്ടതില്ല എന്നാണ് ധരിക്കുന്നത്. നാളെ അവിടെ ഒരു പ്രയാസം ഉണ്ടാകരുത്. എല്ലാവരും അറിയാൻ വേണ്ടി നിങ്ങളിലൂടെ തന്നെ പറയുകയാണ്, 9 മണി വരെ 1500 പേർ എന്ന നിലയിൽ നമുക്കൊരു പൊതുവായ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വെള്ളത്തിന്റെ വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്നുണ്ടായ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസമല്ല. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളെല്ലാം മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ, വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ്. അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവും ഇല്ല. റവന്യൂ വകുപ്പിന് മാത്രമായിട്ടൊരു ഭക്ഷണ വിതരണവും ഇല്ല. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്കൊരുക്കാം. പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല. അവർ വിതരണം ചെയ്യട്ടെ. അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നില്ല. നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല. അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ. പുറത്ത് വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കരുത്. വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നു വന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം, ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ്, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും. അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്ന ആർക്കും നിർബന്ധമുണ്ടാകില്ല. അത് വിതരണം ചെയ്യേണ്ടതുമില്ല. ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിന്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇതിൽ ഭരണപ്രതിപക്ഷമില്ല. ഇതിൽ വേറെ ഏതെങ്കിലും ജാതിമത വേർതിരിവുകളില്ല. രാഷ്ട്രീയമായ വ്യത്യാസമില്ല. പക്ഷെ ഇത്ര വലിയൊരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയും ഒക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഇല്ലാത്തതൊരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിലൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല. നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പക്ഷെ പ്രയാസകരമായ ഒരു പ്രശ്നം, രാവിലെ സർക്കാർ വളണ്ടിയർമാർ, ചിലർ റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു, വിതരണം ചെയ്ത ബ്രെഡുകൾ, റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു. ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. ഗവൺമെന്റ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘാടക, ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും
അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റസ്കും ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട്. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല. അകത്തുള്ളവരെക്കാൾ 1400-ലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു തർക്കത്തിനില്ല. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. ബെയിലി അപ്പുറത്തെന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതൊരു പ്രധാന ഇനമാക്കി കരുതി ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇഴചേർത്ത കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും വിധത്തിൽ തടസ്സം ഉണ്ടാകുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്, ബ്രെഡിൽ അപകടമുണ്ടോ, റസ്കിൽ അപകടമുണ്ടോ, ഞങ്ങൾ കൊണ്ടുവരണോ? അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം പ്രധാനമായിട്ടുമില്ല. അതുകൊണ്ട് കൃത്യമായി അകത്ത ആളുകളെ 9 മണി വരെ റെസ്ട്രിക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. രാവിലെ 7 മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ സവിശേഷമായി ചെയ്യും. അവിടെ നമുക്ക് പുറത്തൊരു കൗണ്ടർ കൊടുക്കാം, മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് ഉപയോഗിക്കാം. അതല്ലാത്ത വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ തരുന്ന ഭക്ഷണവും വിതരണം ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. അതിലെന്തെങ്കിലും വേറെ വേർതിരിവുകൾ ഉണ്ടായിട്ടില്ല. വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം എന്ന നിലയിൽ ഇന്ന് പറയാനുള്ളത്. നാളെ കടാവർ ഡോഗ്സിന്റെ കൂടി സംവിധാനത്തെ ഉറപ്പിക്കും. അതുപോലെ തന്നെ ഇന്ന് 6 മണിക്ക് ചേരുന്ന യോഗത്തോടു കൂടി തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കി. നമ്മുടെ ഇതുവരെ ലഭ്യമായതിൽ കാണാതായവരുടെ എണ്ണം 206 എന്ന വിധത്തിൽ നമ്മളിപ്പോ ക്രമീകരിച്ചിട്ടുണ്ട് മിസ്സിംഗ്. പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല. നാളെ വൈകുന്നേരം കൂടി കഴിഞ്ഞാൽ ഇന്ന് 206 എന്നുള്ളത് 180 കുറഞ്ഞിട്ടുണ്ട്. അതായത് ചിലയിടങ്ങളിൽ ബോഡി കണ്ടെത്തുകയും ചിലയിടങ്ങളിൽ ആളുകൾ ഫോൺ ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ആ പ്രയാസങ്ങൾ മാറുകയാണ്. ഒരു സംവിധാനം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതായത് ഇപ്പൊ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് പഴയ നമ്പർ തന്നെ ലഭ്യമായി എല്ലാവർക്കും മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ലഭ്യമാക്കാനുള്ള പരിപാടി നാളെ തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ ആധാർ കാർഡ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ അവരുടെ ID കാർഡ് ഉണ്ടെങ്കിലേ പഴയ നമ്പർ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന പ്രശ്നം പരിഹരിക്കാൻ അവരുടെ തമ്പ് തന്നെ പരിശോധിച്ച് അതേ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രശ്നം ആ നമ്പർ തന്നെ ഇട്ട് ബന്ധപ്പെട്ടവർക്ക് ഫോൺ കൈമാറാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവർക്ക് കാർഡിലുള്ള നമ്പറുകൾ ഓർത്തു വെക്കാൻ പറ്റും, മനസ്സിൽ കാണാപ്പാടമുള്ള നമ്പറുകൾക്കനുസരിച്ച് വിളിക്കാൻ പറ്റും. അവരെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് വിളിക്കുന്നുണ്ടാകും, അത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൂടി അറിയാനുള്ള ശ്രമം നടത്തുമ്പോൾ കുറച്ചും കൂടി മിസ്സിംഗ് കേസുകളുടെ എണ്ണത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കും. ആശാവർക്കർമാര് അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാര് ഉൾപ്പെടെയുള്ളവരെ വെച്ചുകൊണ്ട് റേഷൻ കാർഡിന്റെ പേരുകൾ കൂടി കളക്ട് ചെയ്ത് LSTDയുടെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. അതോടൊപ്പം കൗൺസിലേഴ്സ് തന്നെ നേരിട്ട് ഓരോരുത്തരെയും കണ്ട് അവരുടെ ഓർമ്മകൾക്കനുസരിച്ച് മിസ്സിംഗ് ആയി ആരെങ്കിലും ഉണ്ടോ, അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി കഴിഞ്ഞ് നാളെ രാത്രിയോടെ ഏതാണ്ട് ഒരു നമ്പറിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ടെലഫോൺ സൗകര്യം കൂടി ലഭ്യമാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇപ്പൊ ചിലപ്പോൾ ലോകത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ആരെങ്കിലും ഒക്കെ അവരെ വിളിക്കുന്നുണ്ടാകും, രക്ഷപ്പെട്ടു പോയവരോ മറ്റുള്ളവർ അവരുടെ മാത്രം നമ്പർ അറിയുന്നവരൊക്കെ വിളിക്കുന്നുണ്ടാകും. അങ്ങനത്തെയുള്ള വിളികളൊന്നും ഇപ്പൊ കിട്ടാൻ അവർക്ക് അവസരം ഉണ്ടാകില്ല. അത് വളരെ പെട്ടെന്ന് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നാളെ മുതൽ തന്നെ ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്ലാൻഡായി എല്ലാ ക്യാമ്പുകളിലും പ്രത്യേകിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകളെല്ലാം സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിലുള്ള നമ്പറുകൾ റീകാൾ ചെയ്താൽ ആ കാർഡ് തന്നെ കൊടുക്കാൻ പറ്റും, അല്ലാത്ത പക്ഷം പുതിയ കാർഡും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന വിധത്തിൽ ആലോചിച്ചിട്ടുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇപ്പോൾ 34 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 5 എണ്ണം
5 ബോഡി ഇപ്പോ സംസ്കരിച്ചു കഴിഞ്ഞു. 8 ബോഡി ഇപ്പോ ഓൾറെഡി അൺക്ലെയിംഡ് ആയത് തന്നെ ഡീകമ്പോസ്റ്റഡ് ആയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബറി ചെയ്യണം എന്നാണ് കരുതുന്നത്. ബാക്കിയുള്ളവ നമുക്ക് തുടർന്ന് ഉള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോ പാർട്ടായിട്ട് കിട്ടിയിട്ടുള്ള ബോഡികൾ DNA ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ പൂർത്തീകരിച്ച് കഴിയുന്ന മുറയ്ക്ക് ഡീകമ്പോസ്റ്റഡ് ആവുന്നത് വേഗത്തിൽ നാളെ തന്നെ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത്. ആ വിധത്തിലാണ് അതിന്റെ കണക്കുകൾ. ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിൽ ഡീകമ്പോസ്റ്റഡ് ആയിട്ടുള്ള ബോഡികൾ സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 8 ബോഡിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കുഴികളും രാത്രി തന്നെ എടുക്കും, ചെറിയ മഴയുണ്ടായാലും. കാരണം ഒരുമിച്ച് അതിലേക്ക് കടക്കുമ്പോൾ ഡീകമ്പോസ്റ്റഡ് ആവുന്നതിന്റെ ഒരു സൂചന അറിയാമല്ലോ. അതങ്ങനെ ഒരു ഫംഗസ് എഫക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാകും. അപ്പൊ അതിന് കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളത് 8 എണ്ണമാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇനി ആ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് ഡീകമ്പോസ്റ്റ് ആവുന്നുണ്ട് എന്ന ആരോഗ്യവകുപ്പ് ഏതെങ്കിലും കണ്ടെത്തിയാൽ അതുകൂടി ചെയ്യും. ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് ഒരു 8 ബോഡിയെങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ ഇന്നലെ 6 വെച്ചിരുന്നതിൽ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു, അത് പൂർത്തീകരിച്ചു. അതുൾപ്പെടെ 8 ബോഡികൾ ഇന്ന് ഡീകമ്പോസ്റ്റ് ചെയ്യപ്പെട്ടത് മാറ്റും. പിന്നെ ധാരാളമായിട്ടുണ്ട്. ശരീരഭാഗങ്ങളിൽ ഒന്നും ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ രക്തസാമ്പിളുകൾ അതാത് ക്യാമ്പുകളിൽ ശേഖരിച്ചു വരുന്നുണ്ട്. അതുകൂടി കണ്ണൂരിലേക്ക് അയച്ചു കൊടുത്ത് ചെയ്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധം ആ തരത്തിലുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ബെയിലി പാലത്തിലൂടെ അകത്തേക്ക് കിടക്കുന്നവരുടെ എണ്ണം അതാണ് പറഞ്ഞത്. പക്ഷെ വരെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾ വരുന്നത് വല്ലാതെ വർദ്ധിക്കുന്നത് കൊണ്ട് ഇപ്പൊ നമുക്കൊരു പ്രത്യേകമായ ഗുണമില്ല. അങ്ങനെ വേറെ അർത്ഥത്തിലല്ല, അവർ ചെയ്ത എല്ലാ സേവനത്തെയും കണ്ടുകൊണ്ട് പറയാണ്. വല്ലാതെ ആളുകൾ വരുന്നത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വലിയ ഗുണം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്ര ആവശ്യമായി വന്നാൽ ആവശ്യത്തിന് ആളുകൾ പുറത്തു നിൽക്കുന്നുമുണ്ട്. 1500 എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 1499 ആയാൽ ഒരാളെ കൂടി വിളിച്ചു കയറ്റി ക്യാൻസൽ ചെയ്യുന്നല്ല, അതുവരെ മാക്സിമം നമുക്ക് കയറ്റാം. അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് നല്ലത്. സൈന്യം തന്നെ 1342 ഉപയോഗിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇങ്ങനെ നമ്മളൊരു മിനിറ്റിന്റെയും ആളുടെ എണ്ണത്തിന്റെയും ഒന്നും വാശിയിലല്ല. പൊതുവായ ഒരു ക്രമീകരണം, ഒരു പൊതു താല്പര്യത്തിലെ ക്രമീകരണം. നിങ്ങൾ തന്നെ മാധ്യമ പ്രവർത്തകർ തന്നെ ധാരാളമായി ഞങ്ങളോട് പറയാണ്, എന്തിനാണ് ചേട്ടാ ഇത്രയധികം ആളുകൾ അകത്തേക്ക് ഇങ്ങനെ ഒരു നമ്പറും ഇല്ലാതെ കടത്തിവിടുന്നത്. ഇന്നലെ ഞങ്ങൾ നന്നായി നിയന്ത്രിച്ചു. ഇന്നലെ നിയന്ത്രിച്ചതിന് തുറന്നൊരു പ്രയാസം ഉണ്ടായപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഇന്ന് ഇത്തിരി ലഘൂകരിച്ചു. അപ്പോൾ കൂടുതൽ പ്രയാസത്തിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു ആത്മനിയന്ത്രണത്തോടെ നമ്മളെല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ് അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. ഇല്ല, ഞാൻ ക്ലിയർ ആയി പറഞ്ഞല്ലോ. 8 എണ്ണം ഉത്തരവ് സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. ഉത്തരവ് വന്നു. ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് DDMAയുടെ ഓർഡർ കളക്ടർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതുമായി നമുക്കത് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ നമ്മൾ 64 സെന്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കണക്കനുസരിച്ച് 1 സെന്റ് സ്ഥലത്തിൽ 10 പേരെങ്കിലും ബറി ചെയ്യാം. പക്ഷെ 7 എന്നുള്ള കണക്കാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ പ്രവർത്തനത്തിൽ ആവശ്യമായ സ്ഥലം ഉണ്ടാകും. നേരത്തെ മേപ്പാടി പഞ്ചായത്തിൽ മറ്റു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ തന്നെ മേപ്പാടി പഞ്ചായത്തിനകത്ത് വെള്ളരിമല വില്ലേജിൽ ഈ സ്ഥലം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി. നേരിട്ട് അവർ വിതരണം ചെയ്യുന്നതാണ് നമ്മൾ ഈ രോഗം കളക്ഷൻ പോലെ കൊണ്ടുവരുന്നത്. ഞാനതിന് ചോദ്യം, അപ്പൊ ഈ ഏത് സംഘടനകൾ പറയുന്നത് ഞങ്ങൾ വിതരണം ചെയ്യുന്നതിനെ തടയുകയാണ്. ഞങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നതിനെ തടഞ്ഞുകൊണ്ട് സർക്കാരിന്റെ PR ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ. ഈ ഘട്ടത്തിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് കളക്ഷൻ പോയിന്റിൽ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട എതിർ പക്ഷത്ത് നിൽക്കുന്ന MLA മാരും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ പ്രശ്നം അന്ന് അവിടെ വന്ന വണ്ടികളുടെ എണ്ണം കണ്ടു. ആ ദിവസം മുതൽ ഉണ്ടായതല്ലേ. ബെയിലി പാലത്തിലേക്ക് വന്ന വാഹനങ്ങൾ പലതും പോകാൻ പറ്റാത്തത് വാഹനങ്ങളുടെ ആധിക്യം കൊണ്ടായിരുന്നു. അത് ഇന്ന വാഹനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് കളക്ഷൻ പോയിന്റ് പ്രഖ്യാപിച്ചെന്തിനാ?
ക്ലിയർ ആക്കണം. സർക്കാരിനൊരു PR-ന്റെ കാര്യവും ഇതില്ല. കളക്ഷൻ പോയിന്റ് പ്രഖ്യാപിച്ചെന്തിനാ? കളക്ഷൻ പോയിന്റിന്റെ പ്രഖ്യാപിച്ചത് ഒരു സ്ഥലം കഴിഞ്ഞിങ്ങോട്ട് കടന്നു വരാതിരിക്കാനാണ്. അവർ വണ്ടി അവിടെ നിർത്തി വന്ന് വിതരണം ചെയ്തോട്ടെ, ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. ഞങ്ങളെന്തിനാ അധികമായ ബാധ്യത ഇതിനെടുക്കുന്നത്? ഒരു കളക്ഷൻ പോയിന്റ് പ്രഖ്യാപിച്ചത് സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ദുരന്ത മേഖലയിലും ചെയ്യാറുള്ള കാര്യമാണ്. അവിടെ വരെ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇത് ഏൽപ്പിക്കുന്നു, ആർക്കാണെങ്കിൽ കൊടുക്കോട്ടെ എന്ന് ചെയ്യുന്നു. കഴുത്തിൽ ഏതെങ്കിലും വകുപ്പിന്റെ ബോർഡിട്ട ആളുകളല്ല ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്, സർക്കാർ എന്ന് എഴുതി ഒട്ടിച്ച ആളുകളല്ല വിതരണം ചെയ്യാൻ പോകുന്നത്. ഇനി ഞങ്ങൾക്ക് അതിലും തർക്കമില്ല, എല്ലാം തുറന്ന മനസ്സാണ്, അതിലും തർക്കമില്ല, ആരുടെ പേരിലും വിതരണം ചെയ്തോട്ടെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം കാണുകയാണ്, ഇതൊക്കെ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന് എതിരായി നിൽക്കരുത്, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിനോടൊപ്പം നിൽക്കുന്ന ആരും അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുഖം കാണിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവർക്കും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ആ സമയത്ത് കൺട്രോൾ റൂമിലോ മറ്റോ വിളിക്കാനുള്ള സൗകര്യം പോലും അവിടെ ഉള്ളവർക്ക് കിട്ടില്ല. അപ്പൊ അവർ ചോദിക്കുന്നത് നമ്മൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്, ഇന്നലെ വരെ ഭക്ഷണം കിട്ടിയവർക്ക് എന്തുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന ചോദ്യമാണ്. ഞാൻ ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പൊ വ്യാപകമായി ഉത്തരം പറയാൻ പോകുന്നില്ല. അവിടെ നമ്മളെല്ലാവരും കണ്ട, ഞാനും ഉണ്ടായിരുന്നില്ലേ, നിങ്ങളും ഉണ്ടായിരുന്നില്ലേ ചൂരൽമലയിൽ? എന്താ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടാണല്ലോ. അവിടെ എല്ലാം ഭക്ഷണം അകത്തേക്ക് പോയിരുന്നു. എന്നാൽ പുറത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഒരു തടസ്സമുണ്ടായി എന്ന വാർത്ത വരികയും കൂടുതൽ ആളുകൾ തള്ളിക്കയറി ഇവിടേക്ക് വരികയും ചെയ്തപ്പോൾ നിലവിലുള്ള നമ്മുടെ കണക്കാണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? ഇന്ന് ഞായറാഴ്ചയാണ്. മറ്റ് ചെലവുകളൊന്നുമില്ലാതെ എത്തിച്ചേരാൻ കഴിയുന്നവർക്കും എല്ലാ മുടക്കുകളോടും കൂടി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഇന്ന് അവിടേക്ക് വന്ന സന്ദർശകരുടെ എണ്ണം കുറവോ കൂടുതലോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. ഇന്നലെ വന്നതിനേക്കാൾ കുറവായിരുന്നു ഇന്ന് വന്ന ആളുകളുടെ എണ്ണം? അല്ല, കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ വളരെയേറെ കൂടുതലാണ്. അപ്പോഴുണ്ടായ ചില പ്രയാസങ്ങളുണ്ട്. അതിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്താൽ തീരുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഹൈജീനിക്കായ ഭക്ഷണം അകത്ത് ഉള്ളവർക്ക് കൊടുക്കണം, അകത്തുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തണം. മറ്റൊരു പ്രശ്നവും ഇനി ചർച്ചയ്ക്ക് വേണ്ട. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേക്കുക, കൂടുതൽ കരുത്തോടെ ഇതെപ്പോ ഏതാ? അത് DNA കഴിഞ്ഞാലും മനസ്സിലാകില്ല. കാരണം DNA കഴിഞ്ഞാൽ ആരുടെയൊക്കെ ബന്ധമുള്ള എത്ര ബോഡികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എണ്ണം അങ്ങനെ ഏകദേശം DNA കഴിഞ്ഞാൽ ഏകദേശം ഉണ്ടാകും. അപ്പോഴും ചിലപ്പോ പറയാൻ പ്രയാസമുണ്ട്. അപ്പോഴും ചിലപ്പോ ഇതിന്റെ DNA എടുക്കാൻ ശരീരത്തിൽ രക്തവുമായി കൊടുക്കാനുള്ള ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ അതും അറിയാൻ പോകുന്നില്ല. അപ്പോ നമ്മള് മസ്ജിദിന്റെ തൊട്ടപ്പുറത്തെ സഹദേവന്റെ വീട് കണ്ടല്ലോ, 5 താഴത്തേക്ക് പോയിരിക്കുകയല്ല. ഇങ്ങനെ ചില അപൂർവമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാകും. അല്ല, ഇത് ഓരോന്ന് കടുപ്പിക്കും തോറും ആളെ അകത്ത് കയറ്റി വിടുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകും. ആളുകളുടെ കയ്യിലുള്ള സാധനം ബ്രെഡ് പൂത്തതാണോ അല്ലാത്തതാണോ എന്ന് പരിശോധിച്ചാൽ ആളുകളെ പരിശോധിക്കാൻ നിൽക്കുന്നവരാണെന്ന് പറയും. പിന്നെ ഇനി ഞങ്ങളെ ആരെങ്കിലും കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുത്താൽ സർക്കാർ ബോധപൂർവം അവരുടെ PR വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണെന്ന് പറയും. ഞങ്ങളെല്ലാവരോടും, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ നിങ്ങളോട് പറഞ്ഞവർ വീണ്ടും പറയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടതല്ല. നമ്മളിവിടെ കണ്ടല്ലോ, ഇതിനകത്തൊക്കെ മോഷണം നടത്താൻ വന്നാൽ മര്യാദഘട്ട നടപടിയാണ്. ഒരു സ്ഥലത്ത് വെച്ച് സ്വന്തം ആത്മാവിനെയും ജീവനെയും വഞ്ചിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? ഇതിനേക്കാൾ നാണം കെട്ട പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. ഇത്രയധികം ആളുകൾ നടക്കുന്ന കൂട്ടത്തിൽ ഒരുത്തരും മോഷ്ടിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പോലീസിന്റെ മാത്രം ഡ്യൂട്ടിയല്ല. കർശനമായി പക്ഷെ ഇക്കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ കർശനമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. ആ കാര്യത്തിൽ ആരുടെയെങ്കിലും ക്യാമറ ഫോക്കസിൽ പെടാതെ ഒരാളും അകത്തേക്ക് പോകണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഷെഫിക്ക് നിൽക്കുന്ന ഭാഗത്തെ മുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസത്തെ വിഷ്വൽ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഈ തരത്തിൽ പെരുമാറാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും. അങ്ങനെയുണ്ടെങ്കിൽ തന്നാൽ ഏറ്റവും പെട്ടെന്ന് നടപടിയെടുക്കും. അല്ലെങ്കിൽ പോലീസ് പ്രധാനമായിട്ടും മോഷ്ടാക്കളെ അല്ല ഇവിടെ തപ്പുന്നത്, ശരീരഭാഗങ്ങളാണ് ഇവിടെ തപ്പാൻ വേണ്ടി നോക്കുന്നത്, ആളുകളെയാണ് നിയന്ത്രിക്കുന്നത്. എന്തായാലും ആ വിധത്തിൽ ഉണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്, കഠിനമായ ഇതുവരെ അങ്ങനെ ഒരു രേഖാമൂലമുള്ള പരാതി കിട്ടിയിട്ടില്ല.
അല്ല, പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ അവിടെ ഇരുന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ നേരത്തെ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ബെന്ന് വൃത്തികെട്ടത് കൊണ്ടുവരുന്നവരും മോഷ്ടിക്കാൻ വരുന്നവരുമാണെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മാനഹാനിയുടെ പ്രശ്നമുണ്ടല്ലോ. പെട്രോളിംഗ് ഘടകത്തിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ 6 മേഖലയായി തിരിച്ചതിൽ ഓരോ ഭാഗത്തേക്ക് പരമാവധി അവസാന ഘട്ടവും അരിച്ചരിച്ച് വാർത്തെടുക്കുകയാണ്. അതിൽ കുറച്ച് മുന്നിലെത്തിയിട്ടുള്ളത് പുഞ്ചിരിമറ്റാണ്. അവിടെ ഇപ്പോ ഇന്ന് കടാവർ ഡോഗ്സും അതുപോലെ തന്നെ ഡ്രോണും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. മേജർ പിന്നെ ആർമിയുടെ സഹായത്തോടു കൂടി അവിടെ നമുക്ക് നന്നായി ഇന്ന് പൂർണ്ണമായി എത്താൻ പറ്റി എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നും ക്ലോസ് ചെയ്യുന്ന നടപടി ആലോചിച്ചില്ല. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ഉണ്ടാവുള്ളൂ. 11 മണിക്ക് ഉപസമിതിയുമായിട്ട് ഓൺലൈനിലൂടെ കൂടി ആലോചന നടത്തുന്നുണ്ട്. വിവിധ സാമൂഹിക സംഘടനകളുടെയും സമൂഹങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.